ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പം ഒരു യാത്ര പോകാമെന്ന് കരുതി കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ, നല്ല മനോഹരമായൊരു സ്ഥലത്തേക്കാണ് കേട്ടോ യാത്ര. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. നല്ല ചുറ്റിനും നല്ല ഫോറസ്റ്റ് തേക്കിൻ കാടൊക്കെ ഉള്ള ഒരു ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ യാത്ര. വഴിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പ്ലേസ് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എന്താ പോയ വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങി നമ്മൾ ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഇതിൻ്റെ ഈ പോയിൻറ്റിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഒത്തിരി ലോങ് ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് ഒരു ക്വാറിയാണ് കേട്ടോ, പാറമടയായിരുന്നേ. പക്ഷേ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണുമ്പോൾ സൂക്ഷിക്കണം. ഇതാ ഇവിടെ കൈവരിയോ അങ്ങനെ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ല. നല്ല അരികത്തൊന്നും പോയി നിൽക്കാതെ സൂക്ഷിക്കണം കേട്ടോ, താഴേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ കേട്ടോ. ഒരു ഗ്രാമപ്രദേശത്തൂടെയാണ് കേട്ടോ നമ്മുടെ യാത്രയെ. ചുറ്റും വീടുകളും തെങ്ങും കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദാ നല്ലൊരു തെങ്ങിൻ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. തെങ്ങിൻ തോട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. അയ്യോ, എങ്ങടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ ചെപ്പാറ എന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് ചെപ്പാറ. ദാ നമ്മൾ ചെപ്പാറയിലെത്തിയിട്ടാ. ഇതാണ് ചെപ്പാറ റോക്സ്. നല്ലൊരു സീനറി കിട്ടുന്നൊരു പ്രദേശമാണേ. അതാ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 1-2 കടകളൊക്കെ ഉണ്ട്. നമ്മളവിടെ ഒരു കടയിലൊക്കെ കയറിയിട്ടോ ചായ കുടിക്കാൻ. ഇന്ന് അത്തം ആയതുകൊണ്ട് ഇവിടെ അത്തത്തിൻ്റെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 90s നൊസ്റ്റാൾജിക് ഐറ്റംസ് ഇതാ തൂക്കിയിട്ടേക്കുന്നു. നാരങ്ങ മിഠായി, ജീരക മിഠായി, ചെറിപ്പഴം, അച്ചാറ്, പട്ടാണിക്കടല, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതാ ഈ കൈവരിയിലൂടെ പിടിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് മേലോട്ട് കയറി പോവാൻ. ഇതിലെയാണ് പാറയിലേക്ക് കയറി പോകുന്ന വഴി കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാറയിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, ദേ പാറയുടെ മേളിൽ മേഘങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇന്ന് നല്ല അന്തരീക്ഷമായിരുന്നു കേട്ടോ, വെയിലൊക്കെ ആയിരുന്നു. ഇതാ ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വിശാലമായ ഒരു പാറയാണ് കേട്ടോ. ഞാനിങ്ങനെ പാറപ്പുറത്തോട്ടൊക്കെ നടന്നു കേട്ടോ. ഈ പാറപ്പുറത്ത് നിന്നപ്പോൾ പണ്ട് എൻ്റെ അമ്മ വീടിനടുത്തൊരു പാറയുണ്ട്, അവിടെ പോയതാണ് കേട്ടോ ഓർമ്മ തന്നെ. അപ്പോൾ അതാ അവിടെയൊക്കെ എന്താ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി അവിടെ വരെ വന്നു കേട്ടോ. പക്ഷെ വന്നപ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. കാരണം കോളേജ് പിള്ളേരൊക്കെ ഇവിടെ ക്ലാസ് കട്ട് ചെയ്ത് വന്ന് ഓരോ മരത്തിൻ്റെ ചോട്ടിക്കിടക്കി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. എന്തിനാ വെറുതെ അങ്ങോട്ട് പോയി. പിള്ളേരൊക്കെ പഠിക്കാൻ വിട്ടാൽ അവരിങ്ങനെ പാറയിൽക്കൂടെയും പള്ളയ്ക്കകത്തോടൊക്കെ നടപ്പാണ്. അതുപോട്ടെ, നമ്മൾ കാഴ്ച കാണാൻ വന്നല്ലേ. എന്താ ഈ പാറയുടെയൊക്കെ താഴെ നല്ല കൃഷി സ്ഥലങ്ങളുണ്ട് കേട്ടോ. തെങ്ങ്, റബ്ബർ, അങ്ങനെയൊക്കെ ഒത്തിരി കൃഷികളുണ്ട്. ഇത് എന്താ പണ്ട് ഈ മുനിയറ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. നമുക്ക് മുനിയറ ഒന്ന് കണ്ടേച്ചും വരാവേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇതുണ്ടോ, ഇത് പുല്ലൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഗുഹ പോലെയാണേ. അതാ നിറച്ച് പുല്ലൊക്കെ കയറിയിട്ട് ഗുഹ പോലെ ഇരിക്കുന്ന കാണാൻ പറ്റുന്നില്ല. ഇത് പണ്ട് ആദിമ മനുഷ്യർ താമസിച്ചിരുന്നതാണെന്നും അവരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തതാണെന്നും പറയുന്നു. പിന്നെ പണ്ടത്തെ മുനിമാരൊക്കെ വന്നിങ്ങനെ അവർ ഈ ധ്യാനത്തിലൊക്കെ ഇരുന്നതാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പല പല അങ്ങനെ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ അതിലേക്ക് അങ്ങനെ സംരക്ഷിക്കുന്നതിനായിട്ട് കമ്പിവേലി കൊണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് പുല്ലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. പുല്ലൊക്കെ മാറ്റിയിട്ട് നല്ല എന്താ മുനിയറയുടെ ആ അറയൊക്കെ നല്ല തെളിച്ചിങ്ങനെ വെച്ച് വരുന്ന കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി കേട്ടോ. പിന്നെ നമ്മൾ മുനിയറയൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് പോയി. നല്ല നീലാകാശവും അതിൽ പടം വരച്ച് വെച്ച പോലെയുള്ള മേഘങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല പച്ച പുല്ലുണ്ട്,
താഴെ കാണുന്നതൊക്കെ കവുങ്ങ്, തെങ്ങ്, റബ്ബർ അങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോഴേ. കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ചൂടൊട്ടും അറിയാൻ പറ്റിയില്ല കേട്ടോ. മേഘങ്ങൾ കണ്ടിട്ട് നല്ല രസം, അതുകൊണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ മേഘങ്ങളിടുന്നത്. പിന്നെ ഈ പുല്ല് ഓർമ്മയുണ്ടോ? ഇത് പണ്ട് ഞങ്ങളൊക്കെ സ്ലേറ്റ് വായിക്കാൻ കൊണ്ടുപോയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇലയിൽ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ട് ഈ മരം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. കുറച്ചിങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് മുന്നോട്ട് ചെന്നപ്പം അവിടെ ഒരു പശു നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ടായിരുന്നു. ഇതാ ഈ കാണുന്ന മഞ്ഞപ്പുല്ലുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയായിരുന്നേ. ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ മഞ്ഞപ്പുല്ല് കേട്ടോ. ഇതാ അതൊരു ഏഴിലമ്പാലയാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുകയാണ്, കൂട്ടുകാരൊന്നും ഇല്ലാതെ. അപ്പം അതിൽ പോയി ഫോട്ടോ എടുക്കാൻ നല്ല രസം. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ പോയിട്ടോ. ഇപ്പം കല്ലത്തൊക്കെ തെങ്ങിയടിച്ച് വീണേനെ. അങ്ങനെ ഇതാ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോന്നു. ഈ പൂവ് ഞാൻ ശ്രദ്ധിച്ചപ്പോഴെല്ലാം ഇതിലുണ്ടാവുന്ന എല്ലാ പൂവും ഇങ്ങനെ തലകീഴായിട്ടിട്ടുണ്ടാണ്. നല്ല ഭംഗിയില്ല കാണാൻ, നല്ലൊരു കളറും ഇതൊക്കെയാണ്. അപ്പം ഞാൻ അതിൻ്റെ 2-3 പൂവൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഭംഗി ആണ്. അത് കാറ്റെടുത്ത് താഴെ ഇട്ടു കേട്ടോ. ഇത് കണ്ടോ, ഈ ചെടി ഇങ്ങനെയാണ്. ഇതുപോലെ ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതിലൊരു സൈസ് കുഞ്ഞു പിരിപിരാന്നുള്ള കുഞ്ഞു പൂവുണ്ടാവുമേ. കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മുടെ റോസ്മേരി ചെടിയില്ല, അതുപോലെയൊക്കെ ഓർമ്മ വന്നു കേട്ടോ. കണ്ടോ, നല്ല വിശാലമായ ഒരു പാറയാണ് കേട്ടോ ഈ ചേപ്പാറ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പോവാൻ. ഇത്ര അടുത്തായിട്ട് ഇപ്പോഴാണ് അറിഞ്ഞത് പോവാന്ന്. കണ്ടോ, നല്ല കുഞ്ഞു മഞ്ഞപ്പൂവ്, കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പാറപ്പുറത്തോടെ അങ്ങ് കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കേട്ടോ. നല്ല കാഴ്ചകളാണ്. പക്ഷെ നമ്മൾ തണലത്ത് എവിടെയെങ്കിലും ഇരിക്കാമെന്നൊക്കെ ഓർത്ത് പോയാൽ നടക്കില്ല. കാരണം എല്ലാ തണലിലും ഈ സ്കൂൾ കോളേജ് പിള്ളേർ ക്ലാസ്സും കട്ട് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ ഒരു മരം കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം പോയി ഇരുന്നു കേട്ടോ. ഇരുന്നില്ല, വെറുതെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പോന്നേ. നല്ല ഒറ്റയ്ക്ക്, ഇതും ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മരമായിരുന്നു കേട്ടോ. കൂട്ടൊന്നുമില്ല മരത്തിന്, പാവം. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴും അവിടെ ആ പശുവിനെ തീറ്റിക്കൊണ്ടിരുന്ന ചേട്ടനാണ്. ചേട്ടനൊക്കെ പരിചയപ്പെട്ടു, വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ വീണ്ടും മേഘമായിട്ട് വന്നു. എനിക്ക് വയ്യ. നല്ല രസമില്ലേ മേഘങ്ങൾ കാണാൻ? കണ്ടോ, നല്ല പാടം പോലെയാണ് ഈ പുല്ല്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പാടം പോലെ ഇങ്ങനെ കാണുമായിരുന്നു. ഇതാ എൻ്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ചെപ്പാറ ലേക്ക് എന്ന് പറയുന്നത്. തടാകം പോലെ, പാറയിൽ ഇങ്ങനെ ചെറിയൊരു തടാകം അങ്ങനെ പറയാം. എൻ്റെ പുറകിൽ ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തടാകത്തിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ തടാകത്തിനടുത്തേക്ക് വന്നു. നമ്മൾ ഈ പാറപ്പുറത്തോടെയൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോണിന് നല്ല ഷെയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തടാകത്തിനടുത്ത് വന്നു. കാറ്റുള്ളതുകൊണ്ട് നല്ല എപ്പോഴും ഇങ്ങനെ ഓളങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, നല്ല രസമില്ല ഇങ്ങനെ ഓളം വെട്ടി വെട്ടി ഇങ്ങനെ വരുന്നത്. ഫോൺ അധികം അടുത്ത് പിടിക്കണ്ട, വെള്ളത്തിൽ പോയാൽ തീരുമാനമാകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ. പിന്നെ ഇതാ അതിൻ്റെ ഇങ്ങേ സൈഡിൽ ഒരു മരം നിൽക്കണ്ടായിരുന്നു കേട്ടോ. ആ മരം ഇങ്ങനെ ആൽമരം പോലെയൊക്കെ തോന്നി. പക്ഷേ ആൽമരം അല്ല കേട്ടോ, വേറെ എന്തോ ഒരു പേരറിയാത്ത മരം. അവിടെ നല്ല തണലാണ്, അവിടെ ഇരിക്കാൻ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഇതാ ഇതുണ്ട്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ തടാകം കുറച്ചുകൂടെ ഭംഗിയാണ്. എന്താ പറയുക, നല്ല രസമാണ്. അതിലേക്ക് ഇങ്ങനെ ആ മരത്തിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും കാറ്റായതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഓളം അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, ആകാശത്തിൻ്റെ ഇതുണ്ട്. പിന്നെ പാറയിലൂടെ ഇങ്ങനെ പയ്യന്മാർ ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. അപകടം പിടിച്ചൊരു പണിയാണ്. ആ പയ്യൻ ആ ബൈക്കിൽ എഴുന്നേറ്റ് നിന്നാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പാറയാണ്, റിസ്ക്കാണ്, ആരും അങ്ങനെയൊന്നും അനുകരിക്കരുത്. പിന്നെ ദാ ഇതും കാറ്റത്തെ ഇലകളൊക്കെ ആടുന്ന കാണാൻ നല്ല രസമല്ലേ. എപ്പോഴും ഇങ്ങനെ ഓളം വെട്ടിയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. നല്ല ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുപ്പുണ്ടായിരുന്നേ അവിടെ ഇരിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനവിടെ പോയി ഈ പാറയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ, ഈ ചെപ്പാറ ലേക്ക്, ഈ തടാകമാണ്. ഞാനങ്ങനെ തടാകത്തിൻ്റെ കരയിലേക്ക് ഇരുന്നു. ഇതിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഇതിലൂടെയൊക്കെ ഒഴുകി പോകുമായിരിക്കും, അന്നിങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് പുല്ലാന്തി, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പുല്ലാന്തി എന്ന് പറയും കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ അത് നിൽക്കുന്ന കാണാൻ. ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പുഴുക്കോടൊക്കെ കേട്ടോ ഇതിൻ്റെ കമ്പൊക്കെ
ഒക്കെ ഇങ്ങനെ വളയുകയും തിരിയുകയൊക്കെ ചെയ്യുന്നൊരു ഇതായതുകൊണ്ട് അത് വെട്ടിയെടുക്കുമായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ചെപ്പാറ ലേക്കിൻ്റെ നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മളെ ചെപ്പാറ ലേക്കൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഞാൻ വീണ്ടും വേഗമായിട്ട് വന്നു, എനിക്ക് വയ്യ. ഇതാണ് കേട്ടോ ചെപ്പാറയിലെ വിശാലമായ പാറ. അത് പക്ഷി പറക്കുന്നതല്ല കേട്ടോ, പട്ടം പറക്കുന്നതാണേ. കാരണം മാക്സിമം സൂം ചെയ്തിട്ടാണ് ആ പട്ടത്തിന് ഞാൻ ഈ ഫോൺ ഇതിൽ ആക്കിയത്. ഇതാ നിൽക്കുന്ന 2 ചേട്ടന്മാർ കണ്ടു, അവരാണ് ആ പട്ടം പറത്തുന്നത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേനും അവർ പട്ടം അങ്ങ് ഒത്തിരി മേലെ പറത്തി വിട്ടു. അതുകൊണ്ട് ഉണ്ടോ പട്ടം പറത്തുന്നു. അവരിങ്ങനെ മേഘത്തിൽ മുട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വീണ്ടും നൂല് അഴിച്ചഴിച്ച് വിടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇടയ്ക്ക് ഒത്തിരി ദൂരേക്ക് പോകുമ്പോൾ പട്ടം കാണാതെ വരുവേ. പിന്നെ വെയിലും ആയതുകൊണ്ട് കണ്ണൊക്കെ മഞ്ഞിലേക്ക് വരുന്നു. ഇതാണ് നമ്മുടെ ചെപ്പാറ. ഇതുവഴി നമുക്കിനി ഇതല്ലേ കയറി വന്നതും ഇതുവഴി തന്നെ നമ്മൾ താഴേക്ക് പോകണം. ഞങ്ങൾ വരുന്നത് ആ കാണുന്ന വഴി കൂടെയായിരുന്നു കേട്ടോ നമുക്ക് വരേണ്ട വഴി. ഇതിന് ചുറ്റും കുറാഞ്ചേരി, അത്താണി, കല്ലമ്പാറ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടോ. അപ്പം ആ ചേട്ടന്മാർ പട്ടം പറത്തുന്നു നോക്കി കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കേട്ടോ. നല്ല രസമായിരുന്നു പട്ടം പറത്തുന്ന കാണാൻ. അങ്ങനെ നമ്മൾ ആ ചെപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് പാറയിൽ നിന്ന് ഇനി പോരുവാണ്. ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങിയ നാളെ ഞാൻ പുതിയ ചെരുപ്പ് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഒരു കയ്യിൽ പിടിച്ചു കേട്ടോ, ഇല്ലെങ്കിൽ ചെരുപ്പ് പൊട്ടും. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതുകൊണ്ട് ചെരുപ്പൊക്കെ ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് എൻ്റെ ഇറക്കം. പിന്നെ നമ്മൾ താഴെ രാവിലെ വന്നപ്പോൾ കണ്ട കടയിൽ നിന്ന് ബജി മേടിച്ചു കേട്ടോ. ബജി മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. നമ്മൾ പോരാനിറങ്ങിയപ്പോൾ കുറച്ച് ആട്ടിൻകുട്ടികളൊക്കെ റോഡിൽ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.